ഏലന്തക്ക, ബോഗിനിപ്പഴം, കാസർഗോഡ്. ലേഡീസിനുള്ള ഹുക്ക് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ സഹകരിക്കണം. എത്രയും വന്ന് പെട്ടെന്ന് വന്ന് ഹുക്ക് വലിച്ച് സഹകരിക്കണം. ഇതാണ് ഹാജ ഹോളിഡേ ഹോം. ഫോട്ടോ എടുക്കട്ടെ. ഹാജ ഹോളിഡേ ഹോം എന്നാണ് കേട്ടോ നമ്മുടെ ഈ ഫാം സ്റ്റേയുടെ പേര്. റാസൽ ഖൈമയിലാണ് കേട്ടോ ഈ ഫാം സ്റ്റേ. നമ്മൾ ഡിസംബർ 3rd വീക്കിലാണ് ഇവിടെ വന്നത്. ഒരു ഫ്രണ്ട് ഒമാനിൽ നിന്നും വന്നിട്ടുണ്ട് ഈ ഫാം സ്റ്റേക്ക്. നമ്മളെ റിലേറ്റീവും കൂടിയാണ് ആള്. പക്ഷെ എല്ലാവരും നേരത്തെ എത്തി, ഇല്ലെങ്കിൽ ഞങ്ങളാണ് എപ്പോഴും നേരത്തെ എത്തുക. ഇപ്പം നമ്മളാണ് ലാസ്റ്റ് എത്തിയത് ഇന്ന്. ഇതൊക്കെ ചാട്ടം വിശാലമായ ഷോറൂമാണോ? വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഷു, യു ക്യാൻ ഡ്രിങ്ക്. ടേക്ക് 1 glass if you want. Bougainvillea 2. Peanut butter is amazing all on its own. And it's a whole time experience. ഇതെന്ത്? ഓപ്പൽ റെഡ്. ഓരോ ബെഡ്റൂമിനും ഓരോ പേരാണല്ലോ. ഇല്ലാട്ടോ. പിങ്ക് പാച്ച്. Tired of the breathlessness, fatigue, and the coughing? Take the first step to. ഇവിടെ വാഷ്റൂം ഏരിയ. ടോയ്ലറ്റ് വേറെ ഉണ്ട് ഇവിടെ. ടോയ്ലറ്റ് ഞാൻ കാണിക്കാം. ഇത് വേറൊരു ടോയ്ലറ്റ്. ഇതാണ് കിച്ചൺ. ഇത് ബോഗൻവില്ല 1. ഇത് വേറെയും ഇതേപോലെ ഹോള്, ബെഡ്റൂംസ്, സ്നോ വൈറ്റ്. ഈ ബെഡ്റൂമിൻ്റെ പേര് സ്നോ വൈറ്റ്. ഇവിടെ കിച്ചൺ, ഇവിടെ ടോയ്ലറ്റ്. അപ്പം പിന്നെ കുഴപ്പമില്ല. അത് നല്ല തണുപ്പാണ്. ഇത് ചൂടാണോ? ഞങ്ങൾ ചായ ഇവരോട് ഇവർ ചായ ഉണ്ടാക്കി തരുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചായ ഇപ്പോൾ പറഞ്ഞു. ചായക്ക് ആകെ മൊത്തം ടോട്ടൽ കൊള്ളാട്ടോ. നല്ല രസമുണ്ട് കാണാനും ഒക്കെ. നല്ല വൈബുള്ള സ്ഥലം. ഈ ഗ്ലാസ് ഹൗസൊക്കെ അടിപൊളിയാണ്. ഇരുട്ട് വായിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇരുട്ടല്ലേ? അങ്ങനെ നമ്മുടെ ചായ വന്നു.
Oh, you know? You guys left me, right? Will you leave me again? Start ആയത് ആ പരിപാടി സ്റ്റാർട്ട് ആയോ? എന്ത് അതിന് കുട്ടികളൊരു സമയം ഞാൻ എടുത്തില്ല. അവര് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നില്ല പറഞ്ഞില്ലേ? ഈ ഭാഗത്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കുറേ ഫാമും ഒക്കെ വരാനുണ്ടെന്ന് അവർ പറഞ്ഞു. ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞു. ഇവിടെയാണ് രാവിലെ സൂര്യോദയം കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശീശ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെയാണ് ശീശ ഒക്കെ സെറ്റ് ചെയ്യുന്നതെന്ന്. ഇവിടെ അത്ര സൂര്യ ഇഷ്ടപ്പെട്ടോ? രസമുണ്ടോ? എന്തൊക്കെയാ ഏതോ കാലം കേടലാണോ പാട് പോരട്ടെ. പടം സ്വിമ്മിംഗ് പൂളിലാവും. ശരിയാണ്. ഈ നോട്ട് റെക്കോർഡർ സൂര്യോദയം കാണുന്നവരെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. പക്ഷെ ക്ഷീണം കാരണം എല്ലാവരും ഉറങ്ങിയപ്പോൾ സൂര്യോദയം കാണലൊക്കെ ഒരു വാക്ക് മാത്രമേ. സാധാരണ ഞങ്ങൾ ഫാം സ്റ്റേക്ക് വന്നാൽ സൂര്യോദയമൊക്കെ കണ്ട് ഉറങ്ങുള്ളൂ. പക്ഷെ ഇത് പറ്റിയില്ല. സാധാരണ ഞങ്ങൾ ഫാം സ്റ്റേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഫുഡ് പാർസൽ വാങ്ങും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അതാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഇവർ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ തരുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം. എല്ലാം ഇവിടെ അവർ ചെയ്തു തരുന്നുണ്ട്.
ഇവരാണ് പർവീൻ, ഈ ഫാം സ്റ്റേയുടെ ഓണറാണിവർ. അങ്ങനെ നല്ല ഒരു പിടി ഓർമ്മകളുമായി ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയാണ് ഫാം സ്റ്റേ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് വേറൊരു ഫാം സ്റ്റേ കൂടിയുണ്ട്. അവിടെ ലേഡീസ് ആൻഡ് കുട്ടികൾ മാത്രമായിട്ട് താമസിക്കാനുള്ള സൗകര്യവും കൂടി ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.